നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിലവിലെ കേരള മന്ത്രിസഭയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേരള മന്ത്രിസഭ 2026 കേരളത്തിൽ അധികാരത്തിലെത്തിയ മുന്നണി UDF ആണ്. 2026 കേരളത്തിൽ അധികാരത്തിലെത്തിയ മുന്നണി UDF ആണ്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സഖ്യം എത്ര സീറ്റുകളാണ് നേടിയത്? 102. 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സഖ്യം എത്ര സീറ്റുകളാണ് നേടിയത്? 102. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സഖ്യത്തിന് ആകെ എത്ര സീറ്റുകളാണ് ലഭിച്ചത്? 35 സീറ്റുകൾ. 16ാം കേരള നിയമസഭയിൽ BJP സഖ്യം ആകെ എത്ര സീറ്റുകളാണ് നേടിയത്? 3 എണ്ണം. രാജീവ് ചന്ദ്രശേഖർ നേമം, V മുരളീധരൻ കഴക്കൂട്ടം, BB ഗോപകുമാർ ചാത്തന്നൂർ. നിലവിൽ കേരള നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആദ്യം എത്ര സീറ്റുകളാണോ ലഭിച്ചത്? 63. 2026 കേരളത്തിലെ എത്ര വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിലെത്തുന്നത്? 10 വർഷത്തിന് ശേഷം. 16ാമത് നിയമസഭയുടെ ശരാശരി പ്രായം 57. 2026 കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? VD സതീശൻ. 2026 മെയ് 18-ന് VD സതീശൻ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന വേദി എവിടെയായിരുന്നു? സെൻട്രൽ സ്റ്റേഡിയം, തിരുവനന്തപുരം. VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത തീയതി 2026 മെയ് 18-നാണ്. VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത തീയതി 2026 മെയ് 18. VD സതീശൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? 24ാമത്തെ മുഖ്യമന്ത്രിയായിട്ട്. VD സതീശൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? 24ാമത്തെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ് VD സതീശൻ? 13ാമത്തെ വ്യക്തിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ്? 13ാമത്തെ വ്യക്തി. 24ാമത്തെ മുഖ്യമന്ത്രിയും 13ാമത്തെ വ്യക്തിയുമാണ്. ഓരോ വ്യക്തികൾ തന്നെ ഒന്നിലധികം തവണ മുഖ്യമന്ത്രി ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. 2026 നിലവിൽ വന്ന VD സതീശൻ മന്ത്രിസഭ എത്രാമത്തെ കേരള നിയമസഭയിലാണ് രൂപീകരിക്കപ്പെട്ടത്? 16ാമത് കേരള നിയമസഭ. 2026 നിലവിൽ വന്ന VD സതീശൻ മന്ത്രിസഭ എത്രാമത് കേരള നിയമസഭയിലാണ് രൂപീകരിക്കപ്പെട്ടത്? 16ാമത് കേരള നിയമസഭ. VD സതീശൻ ഏത് മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? പറവൂർ. VD സതീശൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായ വർഷം 2026. ഏത് വർഷത്തിലാണ് VD സതീശൻ ആദ്യമായിട്ട് പറവൂർ മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? 2001. ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം രചിച്ച കേരള രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം രചിച്ച പ്രമുഖ കേരളീയ രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. 2026 കേരള മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ പൂർണ്ണനാമം വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ്. 16ാമത് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? പിണറായി വിജയനാണ്. 16ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മണ്ഡലം ധർമ്മടം, കണ്ണൂർ. VD സതീശൻ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആകെ എത്ര മന്ത്രിമാരാണുള്ളത്? 21. VD സതീശൻ്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ മന്ത്രിസഭയിൽ എത്ര പുതുമുഖങ്ങളാണുള്ളത്? 14 പേര്. VD സതീശൻ മുഖ്യമന്ത്രിയാണ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ധനകാര്യം, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, വാണിജ്യ നികുതി, കാർഷിക ആദായ നികുതി, ട്രഷറികൾ, ലോട്ടറി, സ്റ്റേറ്റ് ഓഡിറ്റ്, KSFE, സ്റ്റേറ്റ് ഇൻഷുറൻസ്, KFC, സ്റ്റാമ്പ് ഡ്യൂട്ടിയും, തുറമുഖം, നിയമം, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, പൊതുഭരണം, ഓൾ ഇന്ത്യ സർവീസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം, നോർക്ക, മലിനീകരണ നിയന്ത്രണം, ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാരം, തെരഞ്ഞെടുപ്പ്, ഇൻ്റഗ്രേഷൻ, സൈനിക ക്ഷേമം, ദുരിതാശ്വാസം, സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി, സിവിൽ ക്രിമിനൽ, നീതിന്യായ ഭരണം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ, അന്തർ സംസ്ഥാന നദീജലം, തീരദേശ ഷിപ്പിങ്ങും ആഭ്യന്തര ജലഗതാഗതവും, വിവര പൊതുജന സമ്പർക്കം. ഇത്രയുമാണ് VD സതീശൻ്റെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, അഗ്നിശമന രക്ഷാസേന, ജയിലുകൾ, കയർ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, അഗ്നിശമന രക്ഷാസേന, ജയിലുകൾ, കയർ. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം, അനേട്ട്. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം, അനേട്ട്. K മുരളീധരൻ ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ സർവകലാശാല, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്,
ഡ്രഗ്സ് കൺട്രോൾ ഭക്ഷ്യസുരക്ഷാ ദേവസ്വം. കെ മുരളീധരൻ ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ സർവകലാശാല, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ ഭക്ഷ്യസുരക്ഷാ ദേവസ്വം. പി സി വിഷ്ണുനാഥ് വിനോദസഞ്ചാരം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ്. പി സി വിഷ്ണുനാഥ് വിനോദസഞ്ചാരം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ്. എ പി അനിൽകുമാർ ലാൻഡ് റവന്യൂ, സർവേയും ഭൂരേഖകളും ഭൂപരിഷ്കരണം. എ പി അനിൽകുമാർ ലാൻഡ് റവന്യൂ, സർവേയും ഭൂരേഖകളും ഭൂപരിഷ്കരണം. ടി സിദ്ദീഖ് കൃഷി, മണ്ണ് പര്യവേക്ഷണവും മണ്ണ് സംരക്ഷണവും, കേരള കാർഷിക സർവകലാശാല വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. ടി സിദ്ദീഖ് കൃഷി, മണ്ണ് പര്യവേഷണവും മണ്ണ് സംരക്ഷണവും, കേരള കാർഷിക സർവകലാശാല വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. ബിന്ദു കൃഷ്ണ തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കോപ്പറേറ്റീവുകൾ, വനിതാ ശിശു വികസനം, വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല. തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മിൽമ കോപ്പറേറ്റീവുകൾ, വനിതാ ശിശു വികസനം, വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല. കെ എ തുളസി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസനം. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസനം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസനം. എം ലിജു എക്സൈസും സഹകരണം. എം ലിജു എക്സൈസ് സഹകരണം. ഒ ജെ ജനീഷ് കായികം, യുവജനക്ഷേമം, മൃഗശാലകൾ, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ്, ആർക്കൈവ്സ്. കായികം, യുവജനക്ഷേമം, മൃഗശാലകൾ, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ്, ആർക്കൈവ്സ്. റെജി എം ജോൺ കോളേജ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, കാർഷിക, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെ ഉള്ള സർവകലാശാലകൾ. പിന്നെ പ്രവേശന പരീക്ഷ, NCC, ASAP എന്നിവ തുടങ്ങിയതൊക്കെ റോജി എം ജോണിൻ്റെ കീഴിലാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, വാണിജ്യം, വിവരസാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, ഖനനവും ജിയോളജിയും, കൈത്തറി, ടെക്സ്റ്റൈൽസ്. വ്യവസായവും വാണിജ്യവും, വിവരസാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, ഖനനവും ജിയോളജിയും, കൈത്തറി, ടെക്സ്റ്റൈൽസ്. ഇത്രയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലാണ്. കെ എം ഷാജി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, നഗരാസൂത്രണം, ഗ്രാമവികസനം, പ്രാദേശിക വികസന അതോറിറ്റികൾ. കില കെ എം ഷാജി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, നഗരാസൂത്രണം, ഗ്രാമവികസനം, പ്രാദേശിക വികസന അതോറിറ്റികൾ. കില. എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പ്. വി ഇ അബ്ദുൽ ഗഫൂർ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി. വി ഇ അബ്ദുൽ ഗഫൂർ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി. മോൻസ് ജോസഫ് ജലസേചനം, കാട, ഭൂഗർഭ ജലവകുപ്പ്, ജലവിതരണവും ശുചിത്വവും, ഭവന നിർമ്മാണം. മോൻസ് ജോസഫ് ജലസേചനം, ഭൂഗർഭ ജലവകുപ്പ്, ജലവിതരണവും ശുചിത്വവും, ഭവന നിർമ്മാണം. ഷിജു ബേബി ജോൺ വനം വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്. ഷിബു ബേബി ജോൺ വനം വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. സി പി ജോൺ റോഡ് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം. സി പി ജോൺ റോഡ് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം. 16ാമത് കേരള നിയമസഭയിലെ പുതിയ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 2026 സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്? 101 വോട്ടുകൾ. 16ാം കേരള നിയമസഭയിലെ പുതിയ സ്പീക്കറായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏത് മണ്ഡലത്തിലെയാണ് പ്രതിനിധീകരിക്കുന്നത്? കോട്ടയം നിയമസഭാ മണ്ഡലം. 16ാം കേരള നിയമസഭയിലെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്, അരൂർ. കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ചുമതലയേറ്റ ആളാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്കായുള്ള തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുകൾ നേടി? 99 വോട്ടുകൾ. 16ാം കേരള നിയമസഭയിലെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായ ഷാനിമോൾ ഉസ്മാൻ ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു? അരൂർ. പുതിയ നിയമസഭാ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ ഗവർണർ നിയമിച്ച പ്രോടൈം സ്പീക്കർ ആരായിരുന്നു? ജി സുധാകരൻ.
16 കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 16 കേരള നിയമസഭയിലെ ഗവൺമെൻറ് ചീഫ് വിപ്പായി നിയമിതനായത് അബു ജോൺ ജോസഫ്. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ഡോക്ടർ ഷാജി സി ബേബിയാണ്. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ ഷാജി സി ബേബി. 16 കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആകെ വനിതാ MLA മാരുടെ എണ്ണം 11. പുതിയ കേരള നിയമസഭയിലേക്ക് ഏറ്റവും പ്രായം കൂടിയ മന്ത്രി പി കുഞ്ഞാലിക്കുട്ടി. VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭയിൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ വകുപ്പാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2026 കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ട നിർമ്മിത ബുദ്ധി വകുപ്പിൻ്റെ ചുമതലയേറ്റ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ്, മലപ്പുറമാണ്. പുതിയ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി OJ ജനീഷാണ്. ഏറ്റവും പ്രായം കൂടിയ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി OJ ജനീഷുമാണ്. പുതിയ മന്ത്രിസഭയിൽ വനിതാ പ്രതിനിധികളായ എത്ര പേരാണുള്ളത്? 2 പേര്, ബിന്ദു കൃഷ്ണയും KA തുളസിയും. പുതിയ കേരള മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും എത്ര മന്ത്രിമാരാണുള്ളത്? 2 പേര്, AP അനിൽകുമാറും KA തുളസിയുമാണ്. പുതിയ കേരള മന്ത്രിസഭയിൽ ആകെ എത്ര സഖ്യകക്ഷികളാണ് പങ്കാളിത്തമുള്ളത്? 5 സഖ്യകക്ഷികൾക്ക്. 2026 കേരള മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് എത്ര പ്രതിനിധികളുണ്ട്? 5 പേര്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ MLA ആയിട്ട് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ തഹ്ലിയാണ്. പുതിയ മന്ത്രിസഭയിലെ ഏക CMP പ്രതിനിധി CP ജോണാണ്.